ഇപ്പോൾ കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്കിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. കഴിഞ്ഞൊരു ക്ലാസ് നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ചാനലിലെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിലൂടെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ക്ലാസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആക്ടിലെ RT ആക്ടിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഏതൊരു പരീക്ഷ എടുത്താലും അവിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന മേഖലയിൽ നിന്നൊരു ചോദ്യം നമുക്ക് കാണാവുന്നതാണ്. ഈ അടുത്ത് നടന്ന സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ പേപ്പർ എടുത്താലും കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത് എന്ന തരത്തിലൊരു ചോദ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഒന്ന് നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന പരീക്ഷയിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച് 2005 ഒക്ടോബർ 12 അടുത്ത ചോദ്യം RTA നിയമത്തിലെ ഏത് അധ്യായത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, അധ്യായം 3 നമ്മൾ പറഞ്ഞിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 2 ഷെഡ്യൂൾ ഉണ്ടെന്നും 6 ചാപ്റ്റർ ഉണ്ടെന്നും 31 സെക്ഷൻ ഉണ്ടെന്നും നമ്മൾ പഠിച്ചിരുന്നു. അതിലെ 6 ചാപ്റ്ററുകളിൽ 3ാമത്തെ ചാപ്റ്ററിലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. 4ാമത്തെ അധ്യായത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചും പറയുന്നു. ഇനി ഏത് സെക്ഷനിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ സെക്ഷൻ 12 എന്നതും ഓർത്തിരിക്കുക. അപ്പോൾ 3ാമത്തെ അധ്യായം 12ാമത്തെ സെക്ഷൻ ഓർത്തിരിക്കാൻ സിമ്പിളാണ്. 3 1ഉം 2ഉം കൂട്ടുമ്പോഴും 3 തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അധ്യായം ചോദിച്ചാൽ അധ്യായം 3 സെക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സെക്ഷൻ 12 കാര്യം ഓർത്തിരിക്കുക. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നതെന്ന് വെച്ചാൽ ഓപ്ഷൻ C ആണ് നമ്മുടെ ഉത്തരം, മിനിസ്ട്രി ഓഫ് പേഴ്സണലിന് കീഴിലാണ് വരുന്നത്. അടുത്ത ചോദ്യം കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഒരു ഏത് തരത്തിലുള്ള സ്ഥാപനമാണെന്നാണ് ചോദ്യം. ഇവിടെ ഭരണഘടനാപരമായ, സ്റ്റാറ്റ്യൂട്ടറി, അഡ്വൈസറി, സ്വയംഭരണ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. നമുക്ക് അറിയാം പാർലമെന്റിലെ നിയമം മുഖേന രൂപീകരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അതേസമയത്ത് നമ്മുടെ ഭരണഘടനയൊക്കെ പ്രതിപാദിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയും. ഉദാഹരണമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ ഫിനാൻസ് കമ്മീഷൻ, ഇതൊക്കെ ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അതേസമയത്ത് പാർലമെന്റിലെ നിയമം വഴി RTA ആക്ട് 2005 നമ്മളിവിടെ പരിചയപ്പെടുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം എന്ത് തന്നെയാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഓപ്ഷൻ C ആണ് ഉത്തരം, CIC ഭവൻ, ന്യൂഡൽഹിയിലെ CIC ഭവനാണ് ആസ്ഥാനം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാർ വരെയാകാമെന്നാണ് നമ്മുടെ ചോദ്യം. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ എത്ര ഇൻഫർമേഷൻ കമ്മീഷൻ IC, അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക 10ൽ കൂടാത്ത എന്നതാണ്. ശരിക്കും ഇതിൻ്റെ ആ ഒരു ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? CIC + IC ആണ്. അതായത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ടായിരിക്കും, പിന്നെ 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർ, അങ്ങനെ മൊത്തം എത്ര പേരുണ്ടാവും? മാക്സിമം നമുക്ക് പറയാൻ പറ്റും 11 പേരാണ്. 10ൽ കൂടാത്തതെന്ന് പറയുമ്പോൾ 10 വരെ ആകാം, പ്ലസ് CICയും കൂടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരും? മാക്സിമം 11 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത് ഇതിന്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണറും ഉൾപ്പെടുന്നു. ഇതാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് ചോദിച്ചത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും എന്നതായിരുന്നു അവിടെ ഓപ്ഷനിലുണ്ടായിരുന്നത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, 11 ഉത്തരമായിട്ട് വരേണ്ടത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ C ആണ്, പ്രസിഡന്റ് എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ്? പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻ B ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ കേന്ദ്ര
മുഖ്യ വിവരാവകാശ കമ്മീഷനെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയാണ്. സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ ഒരു ശുപാർശ കമ്മിറ്റിയുണ്ട്. ഇന്ന ആൾക്കാരെയൊക്കെയാണ് നിയമിക്കേണ്ടത് എന്ന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിലെ ചെയർമാനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ശുപാർശ കമ്മിറ്റിയിൽ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തി ആരെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? ഒരു ക്യാബിനറ്റ് മന്ത്രിനെയാണ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വിവരാവകാശ കമ്മീഷനിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 11 നമ്മൾ പറഞ്ഞു CIC പ്ലസ് 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാർ. ഇവരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഒരു ശുപാർശ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമനം നടത്തുന്നത്. ആ ശുപാർശ കമ്മിറ്റിയിൽ 3 പേരാണ് ഉള്ളത്. ഇതുപോലെ ഒന്ന് നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പഠിക്കുമ്പോഴും പഠിക്കും, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പഠിക്കുമ്പോഴും പഠിക്കും. അതുപോലെ ഇനി നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പഠിക്കുമ്പോഴും പഠിക്കും. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കേസിലും അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കേസിലും 3 പേരാണ് ഈ ശുപാർശ കമ്മിറ്റിയിലുള്ളതെങ്കിൽ നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലേക്ക് വരുമ്പോൾ അത് 6 പേരായിട്ട് മാറും. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യില്ല, മാറിപ്പോകരുത്. കാരണം നമ്മൾ ഈ ശുപാർശ കമ്മിറ്റി പഠിക്കുന്ന 2 കേസിൽ മാത്രമേ ഉള്ളൂ. ഒന്ന് നമ്മൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ പഠിക്കുമ്പോഴും പിന്നെ ഒന്ന് ഇപ്പോഴുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മാറാതിരിക്കാൻ വേണ്ടിയിട്ട് CIC എന്ന് എഴുതുമ്പോൾ 3 ലെറ്ററാണുള്ളത് അല്ലേ. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 3 ലെറ്ററാണ് ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ. നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് എഴുതുമ്പോൾ 3-ൽ കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണ്? CIC എന്ന് എഴുതുമ്പോൾ അവിടെ ഏതാണ്? 3 ലെറ്ററാണ്. അല്ലെങ്കിൽ ഈ C എന്ന് പറയുന്നത് 3ാമത്തെ അക്ഷരമാണ്. അങ്ങനെ ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ എന്തോർക്കണം? ഈ പറയുന്ന ശുപാർശ കമ്മിറ്റിയിൽ 3 പേരുണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. 3 പേരാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കാം. പ്രധാനമന്ത്രി ചെയർമാനാണ്. പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ, നമുക്കറിയാം പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇല്ല എങ്കിൽ, കഴിഞ്ഞ നമ്മുടെ ലോകസഭ പരിശോധിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. ഈ ഒരു ലോകസഭയിൽ പ്രതിപക്ഷ നേതാവുണ്ട്, രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ വലിയ പ്രതിപക്ഷ ഒറ്റക്കക്ഷി പാർട്ടിയുടെ നേതാവായിരിക്കും അവിടെ വരിക. ഇനി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. ഈ 3 പേരാണ് ഈ ശുപാർശ കമ്മിറ്റിയിൽ ഉണ്ടാവുക. ഇവർ ശുപാർശ ചെയ്യുന്ന വ്യക്തികളെയാണ് ആര് നിയമിക്കുക? നമ്മുടെ രാഷ്ട്രപതി നിയമിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശുപാർശ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി, മറ്റ് 2 അംഗങ്ങൾ ആയിരിക്കാന്ന് വെച്ചാൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുന്നിലാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാഷ്ട്രപതിയുടെ മുന്നിലാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാഷ്ട്രപതിയുടെ മുന്നിലാണ്. 2013 ഭേദഗതിക്ക് ശേഷം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻ B ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നമ്മുടെ നിയമത്തിൽ പറയുന്നത് 2019 ഭേദഗതി നിയമത്തിൽ പറയുന്നത് ഈ കാലാവധി എന്ന് പറയുന്നത്, ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ ആര് തീരുമാനിക്കും? കേന്ദ്രം തീരുമാനിക്കും. അത് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ കേസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷന്റെ കേസ് ആയിക്കോട്ടെ, ഈ 2 കേസിലും കാലാകാലങ്ങളിൽ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്രമാണ്. നിലവിൽ നമ്മുടെ കേന്ദ്രം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് എന്നാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ C പിടിച്ചാൽ മതി, ഈ 3 എന്ന് പറയുന്ന ആ ഒരു വർഷം നമുക്ക് കിട്ടും. C പിടിച്ചാൽ മതി, 3 എന്ന് പറയുന്ന വർഷം നമുക്ക് കിട്ടും. പിന്നെ 65 വയസ്സ് നമ്മൾ ഓർത്തിരിക്കുക, 65 വയസ്സ് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ 3 വർഷം 65 വയസ്സ്, 3 വർഷം 65 വയസ്സ്. ഇനി അടുത്ത നോക്കാം. അടുത്ത ചോദ്യം, ചെയർപേഴ്സൺ പ്ലസ് അംഗങ്ങളുടെ കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 2019 ഭേദഗതിയിലൂടെയാണ്. നിലവിൽ എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. നേരത്തെ എത്രയായിരുന്നു? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സായിരുന്നു. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്, രാഷ്ട്രപതിയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. അതേപോലെ നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. അതേസമയത്ത് നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശുപാർശ കമ്മിറ്റി ഉണ്ടെന്ന കാര്യം ഓർക്കുക. അവിടെ ചെയർമാനായിട്ട് വരുന്ന പ്രധാനമന്ത്രിയാണ്. അതേപോലെ തന്നെ ആ ശുപാർശ കമ്മിറ്റി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കും. അതുകൂടാതെ പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നീക്കം ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങളിൽ സുപ്രീം കോടതിയുടെ രാഷ്ട്രപതിക്ക് ഉപദേശം തേടേണ്ട സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അതായത്
വെറുതെ വന്നിട്ട് രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന അംഗങ്ങളെ ഒന്നും നീക്കം ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് കൃത്യമായിട്ട് നിയമത്തിൽ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ തന്നെ ചില കാരണങ്ങൾ കൊണ്ടാണ് നീക്കം ചെയ്യുന്നതെങ്കിൽ രാഷ്ട്രപതിക്ക് പെട്ടെന്ന് അങ്ങോട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. അവിടെ രാഷ്ട്രപതിക്ക് ആരോട് ചോദിക്കണം? സുപ്രീം കോടതിയോട് ചോദിക്കണം. സുപ്രീം കോടതി അപ്പോൾ ഒരു കമ്മിറ്റിയൊക്കെ നിയമിച്ചിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് നീക്കം ചെയ്യാനാണ് പറയുന്നതെങ്കിൽ രാഷ്ട്രപതി എന്ത് ചെയ്യണം? നീക്കം ചെയ്യണം. എന്നാൽ മറ്റു ചില കാരണങ്ങൾ എന്ത് ചെയ്യാം? രാഷ്ട്രപതിക്ക് സ്വമേധ എന്ത് ചെയ്യാൻ പറ്റും? നീക്കം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തെല്ലാമാണ് ഈ സുപ്രീം കോടതിയോട് ചോദിക്കേണ്ടത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. കഴിവില്ലായ്മ, തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം. അതായത് നമ്മൾ പറഞ്ഞു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ട്. ഇവരെ ആ ഒരു പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കഴിവില്ലായ്മ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം എന്നിവയാണെങ്കിൽ നേരിട്ട് രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് സുപ്രീം കോടതിയോട് ചോദിക്കും. സുപ്രീം കോടതി ഒരു കമ്മിറ്റി വെക്കും. അവർ ഒരു റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കും. അത് അന്വേഷണത്തിന് ശേഷം ഒരു റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ടിൽ പറയുന്നു നീക്കം ചെയ്യാനാണെങ്കിൽ നീക്കം ചെയ്യണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? നീക്കം ചെയ്യേണ്ടത്. രണ്ട് കേസുകൾ, കഴിവില്ലായ്മ അല്ലെങ്കിൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം. ഇനി നോക്കുക, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കഴിവില്ലായ്മ, തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യം എന്നിവയാണെങ്കിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം. മറ്റു കാരണങ്ങളിലൂടെയാണെങ്കിൽ നേരിട്ട് നീക്കം ചെയ്യാം. പാപ്പരായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നീക്കം ചെയ്യാം. പ്രതിഫലം പറ്റുന്ന ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ നീക്കം ചെയ്യാം. രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ലംഘന കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നീക്കം ചെയ്യാം. ഔദ്യോഗിക പദവിയെ ബാധിക്കാവുന്ന തരത്തിൽ സാമ്പത്തികമോ മറ്റ് താല്പര്യമോ ആർജിക്കുകയാണെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രപതിക്ക് സ്വമേധയാ നീക്കം ചെയ്യാം. അതേസമയത്ത് കഴിവില്ലായ്മ, പെരുമാറ്റ ദൂഷ്യം എന്നിവയെ കൊണ്ടാണ് നീക്കം ചെയ്യുന്നതെങ്കിൽ അവിടെ രാഷ്ട്രപതിക്ക് ആരോട് ചോദിക്കണം? സുപ്രീം കോടതിയോട് ചോദിക്കണം. സുപ്രീം കോടതി ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? റിപ്പോർട്ട് കൊടുക്കും. അതിൽ നീക്കം ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നീക്കം ചെയ്യാം. ആ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി അടുത്തത്, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനാണോ എന്ന് ചോദിച്ചാൽ അർഹനല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. പുനർനിയമനത്തിന് അർഹനാണോ, അർഹനല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. പുനർനിയമനത്തിന് അർഹനാണോ, അർഹനല്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇൻഫർമേഷൻ കമ്മീഷണർക്ക് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വീണ്ടും നിയമിക്കപ്പെടാൻ തടസ്സമുണ്ടോ? അവിടെ എന്താണ്? തടസ്സമില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്, അതായത് CIC ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ പ്ലസ് ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെ, 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷന്മാരും ഒരു CICയും ചേരുന്നതാണ് നമ്മുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. അതിൽ ഈ CICക്ക് എന്തില്ല? പുനർനിയമനം ഇല്ല. എന്നാൽ ഇൻഫർമേഷൻ കമ്മീഷൻ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ട്? പുനർനിയമനം ഉണ്ട്. എന്തുണ്ട്? പുനർനിയമനം ഉണ്ട്. എന്നാൽ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇൻഫർമേഷൻ കമ്മീഷനായിട്ടും CIC ആയിട്ടും എത്ര വർഷത്തിൽ കൂടാൻ പാടില്ല? 5 വർഷത്തിൽ കൂടാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ കണ്ടീഷനും ഓർക്കണം. എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സെന്നാണല്ലോ നമ്മൾ അവിടെ അവരുടെ ആ ഒരു കാലാവധി പറഞ്ഞത്. അതിൽ ഈ 65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആ പദവിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ CICക്ക് പിന്നെ എന്തില്ല? പുനർനിയമനമില്ല. പക്ഷേ 10 പേരെന്തുണ്ട്? ഇൻഫർമേഷൻ കമ്മീഷണർമാരുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ എന്തായിട്ട് മാറാം? CIC ആയിട്ട് മാറാം. പക്ഷെ അങ്ങനെ മാറുമ്പോഴും ഒരു കണ്ടീഷനുണ്ട്. ഇൻഫർമേഷൻ കമ്മീഷനായിട്ടും CIC ആയിട്ടും ടോട്ടൽ എത്ര വർഷമേ പാടുള്ളൂ? 5 വർഷമേ പാടുള്ളൂ. അതായത് ഇപ്പോൾ ഇയാൾ 3 വർഷമായി ഇൻഫർമേഷൻ കമ്മീഷനായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. പിന്നെ അദ്ദേഹത്തിന് CIC ആയിട്ട് 2 വർഷം ഇരിക്കാൻ പറ്റുള്ളൂ. എനിക്ക് 3 വർഷം ഇനി ഇരിക്കാം, അതാണ് കാലാവധി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ടോട്ടൽ എത്രയേ പാടത്തുള്ളൂ? 5 പാടത്തുള്ളൂ. ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. അപ്പോൾ CICക്ക് പുനർനിയമനമില്ല. പക്ഷേ ICക്ക് എന്ത് ചെയ്യാൻ പറ്റും? CIC ആയിട്ട് നിയമിക്കാൻ പറ്റും. പക്ഷേ IC പ്ലസ് CIC ടോട്ടൽ ടെറർ എത്ര ആകാൻ പാടില്ല? 5ൽ കൂടുതലാകാൻ പാടില്ല. ഇനി നോക്കാം, ഇൻഫർമേഷൻ കമ്മീഷൻ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി വീണ്ടും നിയമിക്കപ്പെടുമ്പോൾ ആകെ സേവന കാലാവധി എത്ര വർഷത്തിൽ കൂടാൻ പാടില്ല? 5 വർഷത്തിൽ കൂടാൻ പാടില്ല. അപ്പം നമ്മൾ അറിയാതെങ്കിലും 3 വർഷം എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. 5 വർഷമാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, കേന്ദ്ര സർക്കാരാണ്. നമ്മൾ അറിയാതെയെങ്കിലും പോയിട്ട് രാഷ്ട്രപതി എന്ന് കറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. CIC ആർക്കാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഈ C പിടിച്ചാൽ മതി. CIC സെൻട്രൽ ഈ രണ്ടാമത്തെ C പിടിക്കുക. CIC സെൻട്രലിനാണ് റിപ്പോർട്ട് കൊടുക്കുന്നതെന്ന കാര്യം ഓർത്തുക. അതിനുശേഷം സെൻട്രൽ എന്ത് ചെയ്യും? അത് പാർലമെന്റിൽ വെക്കുകയും ചെയ്യും. സെൻട്രലിൽ റിപ്പോർട്ട് കൊടുക്കുന്നു, പാർലമെന്റിൽ വെക്കുകയും ചെയ്യുന്നു.
ഇനി അടുത്തത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാന്ന് വെച്ചാൽ രാഷ്ട്രപതിക്ക് തന്നെയാണ്. നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്, സത്യപ്രതിജ്ഞ ചെയ്യുന്ന രാഷ്ട്രപതിക്ക് മുമ്പിലാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അല്ലെങ്കിൽ അംഗം ആകുന്നതിനുള്ള യോഗ്യതകളിൽ ഉൾപ്പെടാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന്, നിയമത്തിൽ അറിവുണ്ടായിരിക്കണം, അത് ഉൾപ്പെടുന്നതാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് പ്രാഗൽഭ്യം, അത് ഉൾപ്പെടുന്നതാണ്. പാർലമെന്റ് അംഗമായിരിക്കണം, അത് തെറ്റാണ്. പാർലമെന്റ് അംഗമാകാൻ പാടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമാകാൻ പാടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ യോഗ്യത എന്ന് പറയുന്നത് പൊതുവായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ആ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം ഒരു അറിവിന് വേണ്ടിയിട്ട്. നിയമത്തിലോ ശാസ്ത്ര സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹ്യ സേവനത്തിലോ മാനേജ്മെന്റിലോ മാധ്യമപ്രവർത്തന രംഗത്തോ ഭരണരംഗത്തോ വിപുലമായ അറിവും പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കണം. എന്നാൽ പാർലമെന്റ്, സംസ്ഥാന, നിയമസഭ, യൂണിയൻ ടെറിട്ടറി എന്നിവിടങ്ങളിൽ അംഗമാകാൻ പാടില്ല. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളതോ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നതോ ലാഭകരമായ പദവി വഹിക്കുന്നതോ ആയ വ്യക്തിയാകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. പാടും എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നിയമത്തിലോ ശാസ്ത്ര സാങ്കേതിക ശാസ്ത്രത്തിലോ സാമൂഹിക സേവനത്തിലോ മാനേജ്മെന്റിലോ മാധ്യമപ്രവർത്തന രംഗത്തോ അതേപോലെ തന്നെ ഭരണരംഗത്തോ വിപുലമായ അറിവും പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കും. അതായത് പൊതുവായിട്ടുള്ള ഒരു ഇതാണ് അവിടെ പറഞ്ഞു പോകുന്നത്. എന്നാൽ അദ്ദേഹം ഒരു പാർലമെന്റ് അംഗമാകാൻ പാടില്ല, സംസ്ഥാന നിയമസഭയിൽ അംഗമാകാൻ പാടില്ല, യൂണിയൻ ടെറിട്ടറിയിൽ അംഗമാകാൻ പാടില്ല, അതായത് നിയമസഭയിൽ അംഗമാകാൻ പാടില്ല, അതേപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകാൻ പാടില്ല, ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും ആകാൻ പാടില്ല. അതായത് കൃത്യമായിട്ട് ഇവിടെ എന്താണ് പറഞ്ഞു പോകുന്നുണ്ട്. ഇനി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ അംഗം ആകുന്ന വ്യക്തിക്ക് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധം പാടുണ്ടോ എന്ന് വെച്ചാൽ നമ്മളോട് ഇപ്പോൾ പറഞ്ഞു പാടില്ല. എന്ത് പാടില്ല. ഇനി അടുത്ത ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എത്രയോ തവണ ചോദിച്ചാണ് വജാഹത്ത് ഹബീബുള്ളിയാണ്. രണ്ടാമത്തത് ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇവിടെ തന്നിരിക്കുന്നതിൽ AN തിവാരിയാണ്. ഏതാണ്? AN തിവാരി. രണ്ടാമത്തത് തിവാരിയാണ്. ഇനി ആദ്യത്തെ വനിത മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ട് വനിതകളായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വനിതകളായിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു പദവി CIC പദവിയിലെത്തിയ വനിത ആരെന്ന് ചോദിച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇവിടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ B ആണ്. ദീപക് സന്ധു എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഈ ദീപക് സന്ധു എത്രാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആയിരുന്നു വെച്ചാൽ 4ാമത്തെയാണ്. പിന്നെ രണ്ടാമത്തെ വനിതാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷൻ ആയിരുന്നു വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് സുഷമ സിംഗ് ആണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, സുഷമ സിംഗ് ആണ്. അവര് എത്രാമത്തെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് 5ാമത്തെയാണ്. എത്രാമത്തെയാണ്? 5ാമത്തെ. അപ്പം 4ാമത്തെ ദീപക് സന്ധു, തുടർന്ന് വരുന്ന സുഷമ സിംഗ് 5ാമത്തത്. പിന്നെ 10ാമത്തത് ആരാണെന്ന് വെച്ചാൽ ബിമൽ ജുൽക്കിയാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി 11ാമത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, YK സിൻഹിയാണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലവിൽ 12ാമത്തെയാണ്. അത് ആരാണെന്ന് ഓർത്തിരിക്കുക, ഹീരാലാൽ സമരിയാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഹീരാലാൽ സമരിയാണ്. നിലവിൽ നമ്മുടെ CIC നിലവിൽ ആരാന്ന് വെച്ചാൽ ഹീരാലാൽ സമരിയാണെന്നായാലും ഓർത്തിരിക്കുക, ഹീരാലാൽ സമാരിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് RT ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനിയും നമുക്ക് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ RT ആക്റ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഇവിടെ പരിചയപ്പെടുത്തിയ ഇന്നത്തെ ഈ ഒരു നോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.